കടുവയുടെ ശീലം നോക്കി മനുഷ്യജീവനെ രക്ഷിക്കണമെന്നത് എന്തൊരു മനുഷ്യജീവൻ രക്ഷിക്കുന്നതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതിന് കടുവേൻ്റെ ശീലമാണോ നോക്കേണ്ടത്? അത് ഈ കാട്ടിലെ ജീവികൾ പറയാനിടയില്ല. ഇത്തരം ഇതെല്ലാം നേരത്തെ വിശദീകരിച്ചാണ്. ഇത്തരം അപ്രായോഗിക വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളുമാണുള്ളത്. മയക്കുവടി വെക്കുന്നതിനും നിരവധി കടമ്പകളുണ്ട്. നമുക്കത് ഇവിടെ നിർത്താം. വേറെ ചോദിച്ചോളൂ. ഇടതു മുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. ഞങ്ങളുടേതായ ഒരു രീതിയുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ്. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപനവും നടത്തും. മറ്റേയാളെ പറ്റി അധികം പറയണ്ട. അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. അതിൽ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്. ചെറിയ വള്ളങ്ങളിൽ മത്സ്യം പിടിക്കുന്നതിനും അതുപോലെ ഓർഗനൈസേഷനിൽ ട്രോളിംഗ് ബോട്ടുകൾക്കൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ സാധാരണ തീരപ്രദേശത്ത് നിന്ന് മത്സ്യബന്ധനം നടത്തുന്ന 200-ലേറെ തൊഴിലാളികളുണ്ട്. അവരുടെ തൊഴിൽ നഷ്ടം വന്നു. അതുപോലെ ആ പ്രദേശത്ത് ഒരു ആശങ്കയുണ്ട്. അതുപോലെ അവിടുന്ന് ആ പ്രദേശത്തു നിന്ന് 2000-ഓളം ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്ന ഒരു സ്ഥലമാണ്. ആലപ്പുഴ 30 മാറിൽ താഴ്ന്ന കപ്പലിൽ നിന്ന് 5-6 മണിക്കൂർ കഴിയുമ്പോൾ കണ്ടെയ്നർ കൊല്ലത്ത് വന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് വന്നു. ഇപ്പോൾ കുളച്ചിൽ വരെ എത്തി. 146 ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ ഈ ഫിഷ് ബാങ്കുകൾ, അതായത് ഈ വെഡ്ജ് ബാങ്ക് കൊല്ലം പരപ്പം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് താന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫിഷ് ചെയ്യാനും വരവരിക്കാനും ഒക്കെ പ്രയാസമുണ്ടാകും. അത് കണ്ടെത്തി അവരെ ബോധ്യപ്പെടുത്തണം. ഈ കപ്പലിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സർക്കാരിൻ്റെ കൈവശം ഉണ്ടായിരിക്കുമല്ലോ. കസ്റ്റംസിനും സർക്കാരിനും കിട്ടുമല്ലോ. അതുപോലെ തന്നെ കപ്പൽ കമ്പനിക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഈ കടല് ഇങ്ങനെ മലിനമാക്കുകയും ഇതുപോലെ ഒരു അപകടകരമായ കെമിക്കലും ഒക്കെ അവിടെ ഇരിക്കും. അത് എന്തുകൊണ്ടാണ്? ഇതിൽ ആദ്യം വേണ്ടത് ഇതിനാവശ്യമായ തെളിവുകളൊക്കെ ഉണ്ടാക്കലാണ്. അതിലാണ് ഇപ്പം സർക്കാർ ഏർപ്പെട്ടിട്ടുള്ളത്. ഇപ്പം വന്നിട്ടുള്ള അപകടത്തിൻ്റെ ഭാഗമായി വരുന്ന നാശനഷ്ടങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞതോ പറയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ചേർത്തുള്ള നാശനഷ്ടങ്ങൾ അതെല്ലാം വിശദമായി കണക്കാക്കുകയാണ്. അപ്പോൾ ആ വിശദമായി കണക്കാക്കിയതിന് ശേഷമാണ് മറ്റു നിയമ നടപടികളിലേക്ക് കടക്കുക. അതിലുള്ള വിശദമായ നിയമോപദേശം വാങ്ങുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ സഹായിക്കാനുള്ള ഏജൻസികളെ അടക്കം വെച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള നടപടികൾ ആ കാര്യത്തിൽ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. അവരെ കഴിയാവുന്നത്ര വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനത്തിന് സഹായിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അപ്പോൾ അതിൻ്റെ പഠനം കൃത്യമായി ഇപ്പോൾ ഇന്ന് ഷിപ്പിങ്ങിൻ്റെ ഡയറക്ടർ ജനറൽ അടക്കം വന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ കൃത്യമായി തന്നെ കുറച്ച് നാളുകൾ കൊണ്ട് ഈ റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Subscribe to One India and never miss an update.